Hi guys, this is Anika here, and today we are gonna start with not a brand new chapter, but yes, a continuation of the chapter which we had done the first part. This is actually the second part of the dynamics of ecosystem. So yes, so today we would be covering what is basically a biotic ecosystem and the few components of a biotic ecosystem as much as we can cover. So yes, let's get started. Okay, yes. And first of all, I hope you guys have you know seen the last class, because last class we had covered the basics, and this class would be the continuation of it. So basically I will be starting from a biotic ecosystem, and the rest, what is ecosystem, how do you define ecosystem, and all those things has been covered in the previous class. So I highly recommend you guys to go ahead and watch that class. But yes, so let's get started right now. So yes, abiotic components. Before talking about abiotic components, we'll start from components of ecosystem. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക് ആണ്. ബട്ട് യെസ്, ടു to initiate that flow, I would love to start from components of ecosystem. Components of ecosystem എന്ന് പറയുമ്പോൾ കമ്പോണൻസ്, എക്കോസിസ്റ്റത്തിന് രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത്. അപ്പൊ ഈ കമ്പോണൻസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പോണൻസ് എന്ന് വെച്ചാൽ ടു ക്ലോസ്ലി ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള എന്താണ് സംഭവങ്ങളെ പറയുന്ന എന്താണ് കമ്പോണൻസ് എന്ന്. അപ്പം നമ്മുടെ എന്താണ് എക്കോസിസ്റ്റത്തിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതിലൊന്നാണ് ബയോട്ടിക് കമ്പോണൻസ്, മറ്റേതാണ് ബയോട്ടിക് കമ്പോണൻസ്. അബയോട്ടിക് എന്ന് വെച്ചാൽ എന്താ, നോൺ ലിവിങ് തിങ്സിന്റെയും, ബയോട്ടിക് എന്ന് വെച്ചാൽ എന്താ, ലിവിങ് തിങ്സിന്റെയും ലിവിങ് തിങ്സും ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എത്രയായിരുന്നു പറഞ്ഞു നിർത്തി. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ബയോട്ടിക് കമ്പോണൻസിനെ പറ്റിയിട്ടായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അവരുടെ ഇമ്പോർട്ടൻസും എല്ലാം ആണ്. ഓക്കെ, യെസ്. സോ യെസ്, ഞാൻ കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം ഒന്ന് വായിച്ചേക്കാം. An ecosystem comprises of two closely interconnected parts called as components. ഞാൻ പറഞ്ഞ പോലെ ഒരു എക്കോസിസ്റ്റത്തിന് രണ്ട് പാർട്സ് ഉണ്ട്. എക്കോസിസ്റ്റത്തിന് കമ്പോണൻസ് ഉണ്ടെന്ന് വെച്ചാൽ വളരെ ക്ലോസ്ലി ഇന്റർവെന്റ് ആയിട്ടുള്ള, ഭയങ്കര ഒന്നിനെ വളരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് വരും എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ജീവനുള്ള വസ്തുക്കളായിട്ടാണല്ലോ വരുന്നത്. യെസ്. സോ ബേസിക്കലി നമ്മുടെ ലൈഫ് നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ള വാട്ടറും സൺലൈറ്റും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വാട്ടർ, സൺലൈറ്റ്, ഓക്സിജൻ, ഇതൊക്കെ ലിവിങ് തിങ്സ് ആണോ? അല്ലേ? ഇതൊന്നും ലിവിങ് തിങ്സ് ആയിട്ട് വരത്തില്ല. ഇതെല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ്, റൈറ്റ്? അപ്പൊ ഇവരൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ അതാണ് ഇന്റർഡിപെൻഡൻസ്. ആ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് പോകണമെങ്കിൽ ആ ലിവിങ് ഓർഗാനിസവും ആ നോൺ ലിവിങ് ഓർഗാനിസവും തമ്മിൽ ഒരു കോർഡിനേഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്കത് ജീവിച്ചു പോകാൻ പറ്റും, റൈറ്റ്? യെസ്. So yes, and these are the living parts called as yes, നമ്മള് എന്താ എക്കോസിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് പാർട്സ് ഉണ്ട്. അതിൽ ജീവനുള്ള ആൾക്കാരെ പറയുന്ന ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് നോൺ ലിവിങ് പാർട്സ് ആർ called as what mere bacha biotic components. The biotic components are an important part of ecosystem in which energy flow in the form of a food from one organism to another organism within a community. Biotic components എന്ന് വെച്ചാൽ എന്താണ്, അതൊരു ജീവനുള്ള പാർട്ടാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എക്കോസിസ്റ്റം വേണമെങ്കിൽ, എക്കോസിസ്റ്റം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് കുറെ കുറെ ഡസ്റ്ററും ചോക്കും കപ്പും ലാപ്ടോപ്പും ഒക്കെ മാത്രം വെച്ചാൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം ആവോ? ഇല്ല. അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ആകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ബയോട്ടിക് സംഭവങ്ങളും വേണം, ബയോട്ടിക് സംഭവങ്ങളും വേണം. അല്ല നമുക്ക് ബയോട്ടിക് സാധനങ്ങൾ, ജീവനുള്ള വസ്തുക്കളെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എയർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വേണം. മണ്ണില്ലാതെ പറ്റുമോ? ഇല്ല. അപ്പൊ അതാ പറയുന്നത്, എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? രണ്ട് കമ്പോണൻസ് വേണം. അത് ഏതൊക്കെയാണ്? അബയോട്ടിക്കും ബയോട്ടിക്കും. അബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? നോൺ ലിവിങ് ആണ്.
ആൻഡ് ബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ലിവിങ് ആണ്, റൈറ്റ്? യെസ്. So അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബയോട്ടിക് കമ്പോണൻസ് ആർ an important part of ecosystem in which energy flow in the form of a food from one organism to another within a community. ഈ ഓർഗാനിക്, ഈ നോൺ ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് ഇതിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് എനർജി പാസ് ആവുമോ? ഇതിപ്പോ എന്റെ ഡസ്റ്റർ, ഇതിപ്പോ എന്റെ ഫോൺ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് എനർജി പാസ് ആവുമോ? ഇല്ലേ. പക്ഷേ എന്താ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത, ഒരെണ്ണത്തിൽ നിന്ന് മറ്റേതിലോട്ട് എനർജി പാസ് ആവും. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിക്കുന്നത് അതൊരു ടൈം ജീവനോടുള്ള വസ്തുവായിരുന്നു, റൈറ്റ്? അതിനപ്പോ ഒരു എനർജി അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു എനർജി സ്റ്റോർ ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പൊ എനർജി ഫ്ലോനെ ഒക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ചാപ്റ്ററിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്, ബട്ട് നോട്ട് ഇൻ ദിസ് ക്ലാസ്, യെസ്. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് വെരി സ്ലോലി. സോ ബേസിക്കലി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ഓർഗാനിസത്തിന് ലോ ലെവൽ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയുന്ന പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ഹെർബിവോറസിന് പ്ലാന്റ്സിൽ നിന്ന് എനർജി കിട്ടും. ഹെർബിവോറസിനെ കൺസ്യൂം ചെയ്യുന്ന കാർണിവോറസിന് എവിടെ നിന്നായിരിക്കും എനർജി കിട്ടുന്നത്? എന്താ ഹെർബിവോറസ് നിന്നായിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. ഈ ടോപ്പ് കാർണിവോഴ്സ് എന്ന് വെച്ചാൽ ഈ കാർണിവോറസിനെയും ഹെർബിവോറസിനെയും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് എവിടെ നിന്നായിരിക്കും എനർജി കിട്ടുന്നത്? അവർ ആരെയാണ് വഹിക്കുന്നത്, അവരിൽ നിന്നായിരിക്കും അവർക്ക് എനർജി കിട്ടുന്നത്, റൈറ്റ്? സോ അതാണ് പറയുന്നത്, ലിവിങ് ഓർഗാനിസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് എനർജി ഫ്ലോ നടത്താൻ പറ്റും ആസ് ഫുഡ്. അവര് മറ്റൊരാൾക്ക് ഫുഡായിട്ട് പോകുമ്പോൾ ആ ഫുഡ് അവരിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന എനർജിയും കൂടെ മറ്റൊരാൾക്ക് കൊടുക്കും. കംപ്ലീറ്റ് കൊടുക്കോ കുറവ് കൊടുക്കോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും, ബട്ട് നോട്ട് റൈറ്റ് നൗ. അത്രയും കോംപ്ലെക്സ് ആയിട്ട് പോകണ്ട. വിൽ ടേക്ക് ഇറ്റ് വെരി slowly. Yes, suspense ആണത്, സസ്പെൻസ്. So yes, അത് കഴിഞ്ഞിട്ട് തന്നെയാണ് there are often distinguished into autotrophic components and heterotrophic components. നമ്മുടെ ഈ ബയോട്ടിക് കമ്പോണൻസിനെ രണ്ടായിട്ട് തിരിക്കും. ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. എന്തായിട്ടാണ് തിരിക്കുന്നത്? ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ് ആയിട്ടായിരിക്കും ബയോട്ടിക് കമ്പോണൻസിനെ നമ്മൾ തിരിക്കുന്നത്, റൈറ്റ്? ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. എന്തിനെ? ബയോട്ടിക് കമ്പോണൻസ്. അപ്പൊ ഈ ഓട്ടോട്രോപ്സിന്റെ പ്രത്യേകത എന്താണ്? സ്വന്തമായിട്ട് ഫുഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് ഓട്ടോട്രോപ്സ്. ഗ്രീൻ പ്ലാന്റ്സ് ഫോർ എക്സാമ്പിൾ. ഹെറ്ററോട്രോപ്സ് എന്ന് വെച്ചാൽ വേറൊരാൾ ഉണ്ടാക്കിയ ഫുഡിനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളാണ് എനർജി ഉണ്ടാക്കുന്നത്? അല്ല, പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ചെയ്ത് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എനർജിയാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, യെസ്, അതാണ് പറയുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാര് എന്ത് ചെയ്യും? വേറെയുള്ള ഈ ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മള് ഡിയർ, മാൻ, എന്നൊക്കെ പറയുന്നുള്ള എല്ലാ ആനിമൽസ്, എല്ലാം വേറൊരു ജീവിയെ തിന്നുന്ന എല്ലാ ആനിമൽസും എന്തുമായിട്ടാണ് വരുന്നത്? ഹെറ്ററോട്രോപ്സ് ആയിട്ടാണ് വരുന്നത്. ജീവിയെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയോ വേറൊരു ആനിമലിനെയോ കഴിക്കുന്ന എല്ലാവരും ഹെറ്ററോട്രോപ്സിന്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത്, റൈറ്റ്? Yes. But heterotropic components are animals and microorganisms that utilize food stored by autotrophic components. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹെറ്ററോട്രോപ്സിൽ എന്തൊക്കെ വരും? ആനിമൽസും വരും, മൈക്രോ ഓർഗാനിസംസും വേണം. ഇവരെന്തുമായിരിക്കും ചെയ്യുന്നത്? ഇവര് പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോട്രോപ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം അവർ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ പറയുന്ന പേരാണ് heterotrophs in there, right? Yes. Abiotic components are another part of ecosystem comprising of non-living substances and physical or climatic factors of the environment. അപ്പൊ നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിന്റെ മെയിൻ ടോപ്പിക്കുമായിട്ടുള്ള അബയോട്ടിക്, എബയോട്ടിക് അല്ലെങ്കിൽ അബയോട്ടിക്
അബയോട്ടിക് കമ്പോണൻസിൽ അബയോട്ടിക് കമ്പോണൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നോൺ ലിവിങ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളെ പറ്റി, ക്ലൈമറ്റിക് ചേഞ്ചസിനെ പറ്റി, എന്താണ് ഫിസിക്കൽ ഫാക്ടേഴ്സിനെ ഒക്കെ പറ്റിയിട്ട് നമ്മൾ പറയുന്ന കമ്പോണൻസ് എക്കോസിസ്റ്റത്തിൽ സംഭവങ്ങളെയാണ് നമ്മൾ അബയോട്ടിക് കമ്പോണൻസിനകത്ത് കൂട്ടുന്നത്. യെസ്, ആൻഡ് ടുഗെദർ ദീസ് ടു കമ്പോണൻസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഡിറ്റർമൈൻ ദ സ്ട്രക്ചർ ഓഫ് എൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റം എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനത്തെ എക്കോസിസ്റ്റം ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ബയോട്ടിക് അബയോട്ടിക്. അത് ഒരാളായിട്ടല്ലേ ഡിസൈഡ് ചെയ്യുന്നത്, ആ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള എങ്ങനത്തുള്ള ബയോട്ടിക് കമ്പോണൻസ് ആണ്, എങ്ങനത്തുള്ള എന്താണ് ബയോട്ടിക് കമ്പോണൻസ് ആണ് അവിടെ അവൈലബിൾ, അതിന്റെ ബേസിസിലാണ് അവിടുത്തെ എക്കോസിസ്റ്റം സ്ട്രക്ചർ ബിൽഡ് ആവുന്നത്. റൈറ്റ്, യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ അബയോട്ടിക് കമ്പോണൻസ്. റൈറ്റ്, basic inorganic components of an area or habitat like carbon dioxide, water, nutrients like nitrogen, phosphorus, etc. that are involved in material cycles of an ecosystem are collectively called as abiotic components. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ കാണുന്ന വെരി നമ്മൾ സുപരിചിതമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം സാധനങ്ങള് നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ പ്രകൃതി കാണുന്ന ഈ ഇന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ ബയോട്ടിക് കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. വേറെ വലിയ കാര്യമൊന്നുമില്ല, ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇവിടെ. റൈറ്റ്, യെസ്. The amount of these inorganic substances present at a given time in an ecosystem is called as a standing state or standing quality of an ecosystem, similar to standing crops, which refer to the quality of abiotic components. Refers to the quantity of abiotic components. നമുക്കിവിടെ പറയാനുള്ള രണ്ട് സംഭവങ്ങളെ പറ്റിയിട്ടാണ്. ഫസ്റ്റ്, സ്റ്റാൻഡിങ് state or standing quality. സ്റ്റാൻഡിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ പെർട്ടിക്കുലർ ടൈമിൽ അവിടെ എത്ര ഇൻഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഇൻഓർഗാനിക് മാറ്റർ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു എമൗണ്ട്, ഒരു കണക്കാണ് നമ്മുടെ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ എന്താ? ഓർഗാനിക് മാറ്റർ എന്ന് വെച്ചാൽ CH ബോണ്ട് ഉള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ട് കാണപ്പെടുന്ന ആ ഒരു എന്താണ് സ്ട്രക്ചറിനെ, ആ ഒരു എന്താണ് മോളിക്യൂൾ അല്ലെങ്കിൽ കമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്താണ് ഓർഗാനിക് എന്ന്. അപ്പൊ ഈ CH ബോണ്ട് ഇല്ലാത്തുള്ള ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന്. ഫോർ എക്സാമ്പിൾ H2O, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ടോ? ഇല്ല, കാർബൺ ഇല്ല. അപ്പൊ ഇതെന്തുവാകും? ഇൻഓർഗാനിക് കമ്പൗണ്ടാ. യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. Yes. അപ്പോൾ ആ amount of inorganic matter present at a given time inorganic substances present at any given time in an ecosystem is called as what is called as standing state അല്ലെങ്കിൽ standing quality. ആ പെർട്ടിക്കുലർ സമയം പറയുമ്പോൾ അവിടെ ആ പർട്ടിക്കുലർ സമയത്ത് അവിടെ എത്ര എമൗണ്ട് ഓഫ് ഇൻഓർഗാനിക് മാറ്റർ പ്രസന്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കാണ് നമ്മുടെ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ക്വാളിറ്റി എന്ന് പറയുന്നത്. റൈറ്റ്, യു ഗോട്ട് ഇറ്റ്. അതുപോലെ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞുണ്ട്. സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞുണ്ട്. അതെന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
അത് എന്താണ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ബയോട്ടിക് കമ്പോണൻസ്. ക്വാണ്ടിറ്റി ഓഫ് ബയോട്ടിക് കമ്പോണൻസിനെ റെഫർ ചെയ്യാനായിട്ടാണ് നമ്മുടെ സ്റ്റാൻഡിങ് ക്രോപ്സിനെ നമ്മൾ റെഫർ ചെയ്യുന്നത്. എത്ര എമൗണ്ട് ഒരു പെർട്ടിക്കുലർ സമയത്ത് അവിടെ എത്ര എമൗണ്ട് ഓഫ് ബയോട്ടിക് കമ്പോണൻസ് പ്രസന്റ് ആയിട്ടുണ്ട് എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് സ്റ്റാൻഡിങ് ക്രോപ്സ് എന്ന് പറയുന്നത്. റൈറ്റ്, യെസ്. ഇപ്പം ഇനോർഗാനിക് മാറ്ററിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നത്? സ്റ്റാൻഡിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ക്വാളിറ്റി ആയിരിക്കും. യു ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ അതാണ്. Abiotic components also include some organic matters such as proteins, carbohydrates, lipids and their derivatives derived from the decaying of living organisms. ഇനി abiotic components എന്ന് വെച്ചാൽ only inorganic matter ആണോ? അല്ല. ഇൻഓർഗാനിക് മാറ്റർ അല്ലാത്ത സംഭവങ്ങളും എന്താണ് ബയോട്ടിക് കമ്പോണൻസിലായിട്ട് വരും. ഇപ്പം നമുക്ക് ഗ്ലൂക്കോസ് പാക്കറ്റ് കിട്ടും, ഗ്ലൂക്കോസ് സാഷേസ് കിട്ടത്തില്ലേ? എന്താണ് ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൂക്ലൂസ് പൊടി എന്നൊക്കെ പറയുന്നത്. ക്ലൂക്ലൂസ് പൊടിയൊക്കെ ലിവിങ് ആയിട്ട് വരുമോ? അതൊക്കെ നടന്നു പോയി സ്കൂളിൽ പോവുകയും പഠിക്കുകയും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ വഴക്കൂടുകയും ഒക്കെ ചെയ്യുന്ന കളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് നോൺ ലിവിങ് തിങ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അതിന് CH ബോണ്ട് ഉണ്ട്. അതൊരു കാർബോഹൈഡ്രേറ്റാ. അപ്പൊ അവര് ഓർഗാനിക് ആയത് കൊണ്ട് മാത്രം അവര് എന്താണ് അബയോട്ടിക് അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അവര് അബയോട്ടിക് തന്നെയാ. അതുപോലെ പ്രോട്ടീൻസ് അവരിങ്ങനെ നടക്കുവോ? അവര് നമ്മുടെ ബോഡിക്ക് അകത്ത് കാണുമ്പോൾ പല പല ഫങ്ഷൻസ് ആണ് നമ്മുടെ ജീവനോട് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനെ വെളിയിൽ എടുത്ത് വെച്ചാൽ ആ ജീവനുള്ളതാവുമോ? അല്ലല്ലോ. അപ്പൊ അത് നോൺ ലിവിങ് ആണ്. റൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഉള്ള സംഭവങ്ങള് ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, പിന്നെ അവരുടെ ഡെറിവേറ്റീവ്സ്, ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഒക്കെ പോലത്തെ അവരെയെല്ലാം നമുക്ക് ബയോട്ടിക് കമ്പോണന്റിന്റെ ഗ്രൂപ്പിൽ കാണപ്പെടാം. ഈവൻ ദോ ദേ ആർ organic components. Yes, the physical environment, that is climate and weather conditions, are also included in the biotic structure of the ecosystem. ഇനിയിപ്പോ ഈ ഓർഗാനിക് ഇനോർഗാനിക് ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ബയോട്ടിക് സിസ്റ്റത്തിൽ വരുന്ന? അല്ല. നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ച്, വെതർ ചേഞ്ച്, വെതർ കണ്ടീഷൻസ്, ഇതിനെ എല്ലാം നമുക്ക് ഏത് കൂട്ടത്തിൽ വെക്കാം? നമ്മുടെ അബയോട്ടിക് കൂട്ടത്തിൽ വെക്കാം. ടെമ്പറേച്ചർ, വിൻഡ്, പിന്നെ ലൈറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് അബയോട്ടിക് കമ്പോണൻസിന്റെ ഗ്രൂപ്പിൽ പെടുത്താം. സോ നമ്മൾ അബയോട്ടിക് കമ്പോണൻസിനെ ഇനി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. അല്ല, ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൺലൈറ്റിനെ പറ്റി. റൈറ്റ്. സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ലൈറ്റ്, സൺലൈറ്റ് എന്നൊക്കെ പറയുന്ന ലൈറ്റ് ഇസ് വൺ ഓഫ് ദ, നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ ബയോട്ടിക് എക്കോളജിക്കൽ ഫാക്ടർ വിത്തൗട്ട് വിച്ച് നോ ലൈഫ് ക്യാൻ എക്സിസ്റ്റ്. ലൈറ്റ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഇതില്ലെങ്കിൽ നമുക്ക്, എസ്പെഷ്യലി സൺലൈറ്റിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുത്തോ. സൺലൈറ്റ് ഇല്ലെങ്കിൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ചെയ്യുമോ? ഇല്ല. പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ തിന്നുന്ന ഹെർബിവോറസ് ആനിമൽസിനും വെജിറ്റേറിയൻസിനും പിന്നെ നോൺ വെജിറ്റേറിയൻസിനും കാർണിവോഴ്സിനും, നോൺ വെജിറ്റേറിയൻസ് എന്ന് ബേസിക്കലി പറയുന്നതാണ് ഈ കാർണിവോഴ്സ്, ഈ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നതാണ് ഈ ഹെർബിവോറസ്. ഹെർബിവോറസ് എന്ന് നമ്മൾ ബേസിക്കലി ഇൻ ജനറലി ആനിമൽസിനെയാണ് പറയുന്നത്. നമ്മൾ ബേസിക്കലി ഹെർബിവോറസ് ആയിട്ട് വരത്തില്ല, നമ്മൾ ഓംനിവോറസ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ പ്ലാന്റ്സിനെയും കഴിക്കും, നമ്മൾ മീറ്റ് ഈറ്റിങ്ങുമാണ്, രണ്ടും ഉണ്ടല്ലോ. അപ്പം നമ്മൾ ബേസിക്കലി ഓംനിവോറസ് കാറ്റഗറിയിലോട്ടായിരിക്കും നമ്മളെ വിടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹെർബിവോറസ് ആണെന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്, ദാറ്റ് ഇസ് അനദർ സ്റ്റോറി ഓഫ് ദ. നമ്മൾ അതിനെ പറ്റിയല്ല പറഞ്ഞുകൊണ്ട് വന്നേ. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്തിനെ പറ്റിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാ, എന്തിനെ പറ്റിയിട്ടായിരുന്നു? യെസ്,
സൺലൈറ്റ് ഇല്ലാതെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ചെയ്യത്തില്ല. അപ്പൊ അവർക്ക് എനർജി കിട്ടത്തില്ല. അവർക്ക് എനർജി കിട്ടിയില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അവര് ജീവനോടില്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന എന്താണ് ഹെർബിവോറസ് ആനിമൽസിന്, കാർണിവോറസ് ആനിമൽസിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ പിന്നെ ഇവരെ രണ്ടുപേരെ ഹെർബിവോറസ് എന്താണ് ഈ മീറ്റ് ഈറ്റിങ്ങും പ്ലസ് പാൻഡ് ഈറ്റിങ്ങും ആയിട്ടുള്ള ഒംനിവോറസിന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ എനർജി സോഴ്സ് അവിടെ മിസ്സിങ് ആ. മനസ്സിലായോ? അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആ സൺലൈറ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വിതൗട്ട് നോ ലൈറ്റ് ദർ ഇസ് നോ ലൈഫ്. നോ ലൈഫ്. If in case anybody is struggling to understand my handwriting, don't worry. ഞാൻ ഇവിടെ എഴുതുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വായിച്ച് പറയാറുണ്ട്. ഓക്കെ, യെസ്. നോ ലൈറ്റ്സ് നോ ലൈഫ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. സോ യെസ്, people, there's a good possibility here. So yes. So let's continue. The variation. Wait a second. Give me a second. I need to drink some water. Yeah. Photosynthesis or synthesis of food by green plants depend on light, which in turn supports all animals and microbial life on earth. ഇത് തന്നെയാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹോൾ ലൈഫ് ഇരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഒറ്റ പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഹോൾ ലൈഫ് ഞാൻ ഇപ്പം വന്നില്ലേ ഇരിക്കുന്നത്. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിലാണ്? സൺലൈറ്റിലാണ്. അപ്പൊ ലൈറ്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഇല്ല, ഇതൊന്നും നടക്കത്തില്ല. So yes, light also influences daily and seasonal activity patterns of plants and animals. It is non-limiting factor both at a maximum and minimum levels. And the chief natural sources of ഈ ലൈറ്റ് ഈ ഫോട്ടോസിന്തസിസ് മാത്രമേ ഉള്ളൂ. അല്ല, ലൈറ്റ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അഫക്ട് ചെയ്യും. നമ്മുടെ എന്താണ് വേക്കപ്പ് ടൈം, സ്ലീപ്പ് സൈക്കിൾസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഈ സൺലൈറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഈ ചില രാജ്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ കംപ്ലീറ്റ് സമയം ചില പീരിയഡ് ഓഫ് ടൈം വിന്റേഴ്സ് വരുമ്പം സൂര്യൻ ഉദിക്കത്തേ ഇല്ല. അല്ലെങ്കിൽ എപ്പോഴും അവർക്കങ്ങ് സൺലൈറ്റ് ആയിരിക്കും. എപ്പോഴും സൺലൈറ്റ് ആകുമ്പോഴത്തേക്ക് അവരുടെ മെയിൻ പ്രശ്നം വരുന്നത് അവർക്ക് ഉറങ്ങാൻ വെരി ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇച്ചിരി പോലും ലൈറ്റ് അകത്തോട്ട് കയറ്റി വിടാത്ത എന്താണ് കേർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് ഷെയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ കിടക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ വെളിച്ചത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ വെളിച്ചം അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതാണ് സംഭവം. അല്ലെങ്കിൽ എപ്പോഴും രാത്രിയായിട്ടിരിക്കാം. നൈറ്റ് ഹൗസിൽ ഇറ്റ് ഇസ് ഗുഡ് ഫോർ അതർ പീപ്പിൾ. ലൈറ്റ് ഇല്ലെങ്കിൽ ചില ആൾക്കാർക്കുണ്ട് മോർണിംഗിൽ മാത്രം അല്ലെങ്കിൽ ആ വെളിച്ചമുള്ള സമയത്ത് മാത്രമേ പഠിക്കാനായിട്ട് പറ്റൂ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടുപോകും. പിന്നെ ചില എന്താണ് ആനിമൽസിന്റെ ശ്രദ്ധിച്ചിട്ടില്ല, അവരുടെ സീസണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താണ് ഡെയിലി ആൻഡ് സീസണൽ ആക്ടിവിറ്റി പാറ്റേൺസ് ഒക്കെ കാണും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇരുട്ടുമ്പോൾ വീട്ടിൽ വരണം എന്നുള്ളത് നമ്മുടെ ഒരു ഡെയിലി പാറ്റേൺ ആണ്. നമ്മുടെ മാത്രമല്ല, ബേസിക്കലി എല്ലാ ആനിമൽസിനെ നോക്കുവാണെങ്കിൽ ഇപ്പം കാക്കകളെയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഇരുട്ടുന്ന ഒരു ഇച്ചിരി മുന്നേ വരെ അവരെല്ലാം അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാണാം. പക്ഷെ അന്ന് നന്നായി ഇരുട്ടി കഴിഞ്ഞാൽ അവരുടെ കൂടൊക്കെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെ കാണും അവര് പിന്നെ വെളിയിലോട്ട് ഇറങ്ങാൻ പോകത്തില്ല. ഒരു പെർട്ടിക്കുലർ വൈകുന്നേരം രാത്രി ആവുന്നതിന് മുന്നേ ഇവരെല്ലാം എന്ത് ചെയ്യും? ഇവരുടെ വീടുകളിൽ പോയി അവരവരുടെ പണികളെല്ലാം നിർത്തും. അതാണ് അങ്ങനെ ഡെയിലി സീസണൽ പാറ്റേൺസ് എല്ലാം ഈ ലൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. റൈറ്റ്. പിന്നെ ഇതൊരു ലിമിറ്റിംഗ് ഫാക്ടർ ആണോ? അല്ല, ഇതൊരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ല. സൂര്യൻ ഇങ്ങനെ ഡിമാൻഡുമായിട്ട് വരാറുണ്ടോ? ഞാൻ ഇത്ര എമൗണ്ടേ ഉള്ളൂ കേട്ടോ. അല്ല, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല സൺലൈറ്റ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട്
ഭഗവാൻ അനുഗ്രഹിച്ചു തന്നൊരു ബയോട്ടിക് കമ്പോണന്റിൽ ഒരെണ്ണമാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ സോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മേജർ ആയിട്ട് സണ്ണിന്റെ ലൈറ്റ്, സൂര്യപ്രകാശമാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ മൂൺ ലൈറ്റ് ഒക്കെ ഉണ്ട്, സ്റ്റാർ ലൈറ്റ് ഉണ്ട്. ഇനിയിപ്പം മൂണിന് ലൈറ്റ് സ്വന്തമായിട്ടില്ല, മൂൺ സണ്ണിൽ നിന്ന് റിസീവ് ചെയ്ത ലൈറ്റ് ആണ് കാണിക്കുന്നത്. ബട്ട് യെസ് പക്ഷെ when you see it, it is moon shining അല്ലേ, മൂണാണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രി, അല്ലാതെ സൺ അല്ലല്ലോ. ദാറ്റ്സ് വൈ മൂൺ ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാർ ലൈറ്റ്, പിന്നെ ബയോലൂമിനസെന്റ് ആയിട്ടുള്ള ഓർഗാനിസം. കഴിഞ്ഞ സെമി നമ്മൾ പഠിച്ചായിരുന്നു ബയോലൂമിനസെന്റ് ഓർഗാനിസത്തിനെ ഒക്കെ പറ്റി, ഫയർ ഫ്ലൈസിനെ പറ്റി, അങ്ങനത്തെ ഉള്ള എന്താണ് നല്ല നല്ല ഓർഗാനിസത്തെ, നൊക്റ്റിലൂക്കയൊക്കെ പറ്റി. അപ്പൊ ഇങ്ങനെ സ്വന്തമായിട്ട് അവർക്ക് അവരുടെ ബോഡിയിൽ എന്തോ ചെയ്യാൻ പറ്റും, അവരുടെ ബോഡിയിൽ അവർക്ക് കെമിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആക്കി ആക്കാൻ പറ്റുന്ന, എനർജി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ള ഒരു എന്താണ് എബിലിറ്റി ഉള്ള ഒരു ഓർഗാനിസത്തിനെയാണ് ബയോലൂമിനസെന്റ്. അവർക്ക് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചാൽ മതിയോ, അല്ല അതിനെ എമിറ്റ് ചെയ്തും കൂടെ കാണിക്കുക. ഫയർ ഫ്ലൈക്ക് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ അത് പുറത്തോട്ട് എമിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഇല്ല. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യും, വെളിയിലോട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ടത് ഫയർ ഫ്ലൈക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനത്തെ ഉള്ള ഓർഗാനിസംസ് ദാറ്റ് ആർ കേപ്പബിൾ ടു പ്രൊഡ്യൂസ് ലൈറ്റ് ആൻഡ് എമിറ്റ്, produce and emit light are called as what? Bioluminescent organisms. Yes. അങ്ങനത്തുള്ള ഓർഗാനിസംസും എന്തിന്റെ സോഴ്സ് ആണ്? ലൈറ്റിന്റെ നാച്ചുറൽ സോഴ്സസ് ആണ്. ഇനി ലൈറ്റ് ഡിപ്പെൻഡ്സ് ഇൻ ഡിഫറെന്റ് മീഡിയസ്. ലൈറ്റ് പല പല മീഡിയസിലും എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ലൈറ്റിന്റെ ഇന്റൻസിറ്റീസും എല്ലാം. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് ലൈറ്റ്സ് ഇൻ ഡിഫറെന്റ് മീഡിയ. പല പല സ്ഥലത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് സോ യെസ്, പല പല സ്ഥലത്തോട്ടും പല പല ഡിഫറെന്റ് മീഡിയാസ് എടുക്കുമ്പോഴത്തേക്ക് പല പ്ലേസസിലോട്ട് നമുക്ക് പോകുമ്പോൾ ഒരേ ലൈറ്റ് ഇന്റൻസിറ്റി ആണോ നമുക്കുള്ളതല്ല. നമ്മളിപ്പോ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ, പിന്നെ ഒരു മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര സിറ്റിയിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഒരേ ലൈറ്റ് ഇന്റൻസിറ്റീസ് ആണോ കാണാൻ പറ്റുന്നത്? അല്ല, പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല ലൈറ്റ് ഇന്റൻസിറ്റീസ് ആണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടൊക്കെയാണ്? ലൈറ്റ് ഇന്റൻസിറ്റി ലൈറ്റ് ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, യെസ്. ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളാണ്. The first and the foremost is cost. Yes, angle of incidence. Second എന്ന് പറയുന്നതാണ് altitude, degree of latitude. തേർഡ് എന്ന് പറയുന്നതാണ് സീസൺസ്, ടൈം ഓഫ് എ ഡേ, പിന്നെ എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ആൻഡ് റിഫ്ലക്റ്റഡ്. So basically light intensities depend on some factors on angle of incidence and degree of latitude, seasons, time, and then amount of light absorbed and then deflected. First and foremost നമുക്ക് angle of incidence പരിചയപ്പെടാം. എന്തുവാണ് ഈ angle of incidence എന്ന് പറയുന്നത്?
സ്ട്രഗിൾ ചെയ്യാം. യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നേരെ ബയോളജിയിൽ നിന്ന് ഫിസിക്സിലോട്ടൊന്ന് കയറാട്ടാ. സോ യെസ്, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചു. പ്ലെയിനിൽ നമ്മൾ 90 ഡിഗ്രി വരയ്ക്കും. എന്താണ് അതിനെ വിളിക്കുന്നത്? ഇത് 90 ഡിഗ്രി ഒന്നും അല്ലല്ലോ ഗൈസ്. ആ, ഇത് വേറെന്തോ ഡിഗ്രിയാ. അതെ അതെ, യെസ്, ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് 90 ഡിഗ്രി വരച്ചു. അതിന് പറയുന്ന പേരാണ് നോർമൽ. നോർമൽ ടു ദ പ്ലെയിൻ. അപ്പൊ അങ്ങനെ നോർമൽ നമ്മൾ വരയ്ക്കുന്നതിലോട്ട് ഒരു ആംഗിൾ നമ്മൾ ലൈറ്റ് അടിച്ചു കൊടുക്കും. ആ പ്ലെയിനിലോട്ട് വന്ന് ആംഗിൾ സ്ട്രൈക്ക് ചെയ്യുന്നു. അവിടുന്ന് ആംഗിൾ റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഈ വന്നടിക്കുന്ന റേ പറയുന്ന പേരാണ്, ലൈറ്റിനെ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ എന്നും, തിരിച്ചു പോകുന്നതിന് പറയുന്നതാണ് റിഫ്ലക്റ്റഡ് റേ എന്നും. റൈറ്റ്. അപ്പൊ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെയും നോർമലിന്റെയും ബിറ്റ്വീനിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതും, റിഫ്ലക്റ്റഡ് റേയിന്റെയും നോർമലിന്റെയും ബിറ്റ്വീനിൽ വരുന്ന റേ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. Right. So angle of incidence is equal to angle of reflection. In the case of reflection എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ റിഫ്ലക്ഷന്റെ ലോസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ബേസിക്കലി അതിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, യെസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ആംഗിൾ ഓഫ് എന്താണ് ഇൻസിഡൻസ് എങ്ങനെയാണ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്? എത്ര ചെറുതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത്രയും ദൂരം അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്യാനുണ്ട് ആർക്ക്? ലൈറ്റിന്. അത് കഴിഞ്ഞിട്ട് നമുക്കിടെ എർത്തിലോട്ട് എത്തിപ്പറ്റും. അപ്പൊ എന്ത് പറ്റും? ഡിസ്റ്റൻസ് കൂടും. ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് റിഡ്യൂസ് ആവും. ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താ ചെയ്യുന്നത്? റിഡ്യൂസ് ആവും. റൈറ്റ്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, എന്താണ് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലെസ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് increases, so intensity of light decreases, hence angle of incidence is directly proportional to intensity. മനസ്സിലായോ? യെസ്, intensity. And ഇതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ we'll demonstrate it. Right. Imagine this is your earth. Okay, നമ്മൾ പണ്ട് തൊട്ടേ എർത്തിനെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെയും കൂടെ വരയ്ക്കും. പലരും പല രീതിയിൽ എർത്തിനെ വരയ്ക്കും. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് എർത്തിനെ വരയ്ക്കുന്നത്. സോ എന്നിട്ട് ലെയേഴ്സ് വരയ്ക്കും. അറ്റ്മോസ്ഫിയറിന്റെ കുറച്ച് ലെയേഴ്സ് വരയ്ക്കും. നമുക്ക് അറ്റ്മോസ്ഫിയറിന്റെ ഏതൊക്കെ ലെയേഴ്സ് ആണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ബേസിക്കലി ഇങ്ങനെ നമ്മൾ കുറച്ച് ലെയറുകൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. എന്താണ്? ഇതാണ് നമ്മുടെ റേ ഓഫ് ഇൻസിഡൻസ് എന്നൊക്കെ പറയുന്നത്. അതിനിങ്ങനെ ഒരു നോർമൽ വരും. ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തുവാണ് പറയുന്നത്? ബേസിക്കലി റിഫ്രാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്, യെസ്, പ്രോപ്പർ ആയിട്ട് പറയാനാണെങ്കിൽ 1 second, give me a second. വഴിതെറ്റിപ്പോയി നമ്മൾ. വഴി തെറ്റിയല്ല, വഴി മാറിപ്പോയി. തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ല. പഠിക്കുന്നത് തന്നെയാണ് ഗൈസ്. Yes, I would love you guys to also comment in the below. Okay, yes, it's not എന്താണ് പറയുന്നത് live class, so it is not possible for you guys to chat. So comment तो आप कर सकते हैं, and that is something that you can do, है ना? Yes, so please do that.
മലയാളത്തിലോട്ട് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. യെസ്. സോ ബേസിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യും? സ്പീഡ് ഇൻ വാക്യൂം അല്ലെങ്കിൽ സ്പീഡ് ഇൻ ദ എന്താണ് മീഡിയം 1 ഡിവൈഡഡ് ബൈ സ്പീഡ് ഇൻ മീഡിയം 2. അതാണ് ബേസിക്കലി അത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് റിഫ്രാക്ഷൻ ഉണ്ടാവും, റൈറ്റ്? റിഫ്രാക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ അത് ബെൻഡ് ചെയ്യും, പിന്നെ അവിടെ വീണ്ടും വെച്ചിട്ട് അത് ഇങ്ങനെ ലൈൻ വരയ്ക്കും, ആൻഡ് അവിടുന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത് പോകും. ഞാൻ വരച്ച എന്താ പറയുന്നത്, ആംഗിൾ കുറച്ച് വല്ലാതെ ചെറുതായി പോയി. വിൽ ഡു ഇറ്റ് അഗൈൻ. ടെക്നിക്കലി ഇങ്ങനെയാ പോകേണ്ടത്, പക്ഷേ ഇറ്റ് ബെൻഡ്സ്. സോ ഇറ്റ് ബെൻഡ്സ് ഓവർ ഹിയർ ആസ് എ ഇങ്ങനെ വരയ്ക്കും. So this should go like this, പക്ഷേ it is going like this. This should go like this, പക്ഷേ this is going like this. You understand? ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകും. സോ യെസ്, വൺ തിങ് ബിക്കോസ് ഓഫ് ദിസ് റിഫ്രാക്ഷൻ ഇസ് ബേസിക്കലി ഇങ്ങനെ റിഫ്രാക്ഷൻ ചെയ്ത് വരുമ്പം ഇതൊന്ന് സൂര്യൻ ഇവിടെ ആണെന്നെങ്കിൽ ഇവിടെ നമ്മുടെ ശരിക്കുള്ള സൂര്യൻ അവിടെ നിന്നാണല്ലോ ലൈറ്റ് വരുന്നത്. അങ്ങനെ ഹിറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് സൂര്യൻ would appear over here. Yes, Surya would appear over here. That is a one phenomena that happens. This phenomena you might have learned in 9th or 8th ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 8th തോന്നുന്നു നിങ്ങൾ ഈ ഫിനോമിന അപ്പാരന്റ് എന്താണ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചേക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ഡോണ്ട് റിമെമ്പർ വിച്ച് ക്ലാസ് പെർട്ടിക്കുലർലി ഇറ്റ് വാസ്. 10th ആണ് 8th 9th ഒന്നുമല്ല, 10th ആണ്. യെസ്, 10th ആണ്. അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ. ഇതാണ് അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ and this is basically actual position. അതുകൊണ്ടാണ് നമുക്ക് സൺറൈസ് അതുകൊണ്ടാണ് നമുക്ക് സൺ ശരിക്കും ഈ ഹൊറിസോണ്ടലിന്റെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, അതിന്റെ മുകളിലോട്ട് വരുമ്പോഴാണ് ശരിക്കും സൂര്യൻ ഉദിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ അതിന്റെ മുന്നേ സൂര്യൻ ഉദിച്ചതായിട്ട് നമുക്ക് തോന്നിയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും the sun is visible to us before the actual sunrise and after the actual sunset. sun ഉദിച്ച മറ്റേ ബ്ലൂ ഹൊറൈസൺ പോയാൽ പോലും നമുക്ക് അതിനെ കാണാൻ പറ്റും. ബിക്കോസ് വൈ ഇപ്പൊ ഇത് ബിലോ ആണ് എന്ന് വിചാരിച്ചത് നമുക്ക് സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? അതാണ് യു അണ്ടർസ്റ്റാൻഡ്. സോ ബേസിക്കലി അതെല്ലാം നമുക്ക് ആ ടോപ്പിക് വരുന്ന അഡ്വാൻസ് സൺറൈസ് ആൻഡ് ഡിലേഡ് സൺസെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അതല്ല നമ്മുടെ കോൺസെപ്റ്റ്. ഞാൻ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് കണ്ടോ, ഇങ്ങനെ ചെറിയ ആംഗിൾ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അത് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ആലോചിച്ചെടുക്കും, നിങ്ങൾ ഒരാളാണ്, നിങ്ങൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരെയുള്ള സ്ഥലത്തിലോട്ട് പോകുന്നതാണോ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല എനർജി വരുന്നത്? അത് നിങ്ങൾ നടന്നു പോകുന്നത്, വണ്ടിയിലും അല്ല കേട്ടോ, നടന്ന് 5 മിനിറ്റ് ദൂരെ ഉള്ളതിലാണോ നിങ്ങൾ എനർജിയിൽ പോകുന്നത്? അത് ഒരു 30 കിലോമീറ്റർ ദൂരെ ഉള്ളതിലോ 10 കിലോമീറ്റർ ദൂരെ ഉള്ളതിലായിരിക്കും 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് പെട്ടെന്ന് എത്തും നിങ്ങൾ ഫുൾ ഓൺ എനർജി. മറ്റേത് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ടായിരിക്കും അമ്മേ എന്ന് വെച്ചിട്ടായിരിക്കും ചെല്ലുന്നത്, അല്ലേ? സോ യു ഗൈസ് ആർ ടയർഡ്. സോ ബേസിക്കലി അതുപോലെ നമ്മൾ ലൈറ്റ് ടയർഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഇന്റൻസിറ്റി കുറയും. അത് തന്നെ. അപ്പം അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് ബേസിക്കലി ഇറ്റ്. പിന്നെ വേറെ കുറെ ഫാക്ടേഴ്സും എഫക്ട് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി 10 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓരോ എന്താണ് നിയർ ദ ഇക്വേറ്റേഴ്സ് ഇറ്റ് ഇസ് മച്ച് മോർ ഹോട്ടർ, നിയർ ദ പോൾസ് ഇറ്റ് ഇസ് മച്ച് മോർ കോൾഡ്. ആ സംഭവം അതുകൊണ്ട് തന്നെ ലാറ്റിറ്റ്യൂഡ് വൈസും ഡിഫറൻസ് വരും. പിന്നെ എന്താണ് സീസണൽ. നെക്സ്റ്റ് തന്നെയാണ് സീസണില് അപ്പം നല്ല ചൂടുകാലം ആണെങ്കിൽ നമ്മൾ പറയും തോ വെയില, എൻ്റെ ഭഗവാനെ കണ്ണിനകത്ത് അടിച്ച് കയറുന്ന വെയിലായത് എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മൾ മഞ്ഞുകാലത്ത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ എന്തോ വെയില, എൻ്റെ പൊന്നെ
നോക്കാൻ വയ്യ. ഇങ്ങനെ കണ്ണിനകത്തോട്ട് അടിച്ചു കയറുന്ന വെയിലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് സീസൺ വൈസ് ആ ലൈറ്റിന്റെ ഡിഫറൻസ് വരുന്നത് കണ്ടോ? യെസ്. അതുപോലെ ഡേ ടൈം ടു നൈറ്റ് ടൈം. രാത്രിയാകുമ്പോ ആരെങ്കിലും എന്തോ വെയില ഭഗവാനെ, ചൂടാന്നൊക്കെ പറയുന്നത് നോക്കി എന്തോ വെയില, അയ്യോ വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉച്ച സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ പറയുന്നത്. ഉച്ച അല്ലെങ്കിൽ ഉച്ച വൈകുന്നേരം കുറച്ചൊന്ന് നല്ല മോർണിംഗ് ആയി ഉച്ച സമയം ഒരു ഇച്ചിരി 2 മണി 3 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരിക്കും. റൈറ്റ്. ആ പെർട്ടിക്കുലർ സമയം രാത്രി 8 മണിക്ക് ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട് എന്തോ വെയില. 4 മണി രാവിലെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്തോ വെയില ഭഗവാനെ എന്ന്. അതാണ്. അപ്പൊ ആ പെർട്ടിക്കുലർ ടൈം ആ ഒരു ദിവസം തന്നെ എടുക്കുകയാണെങ്കിൽ വിത്ത് ടൈം നമ്മുടെ ലൈറ്റ് ഇന്റൻസിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. റൈറ്റ്. യെസ്. വെരി ഗുഡ്. പിന്നെ നമുക്ക് പറയുന്നത് വേറെ കുറെ ഫാക്ടേഴ്സ് ആയിരുന്നു. നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറയും, ട്രാൻസ്പെറൻസി ഓഫ് എയർ. ഇപ്പം മഞ്ഞ് മൂടിയിരിക്കുക, നമ്മള് ട്രാൻസ്പെറന്റ് വെള്ളം പോലെ ഇരിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. നന്നായിട്ട് ലൈറ്റ് ലൈറ്റ് അതിലേക്കൂടെ പാസ് ചെയ്ത് പോകും. അതെന്ന് വെച്ചാൽ അത് ഈ കോൺസെപ്റ്റ് ആണ്. നമ്മള് പണ്ട് കുഞ്ഞുകാലി പഠിച്ചിട്ടുള്ളതാണ് ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപ്പേക്ക് എന്ന് പറയുന്നത്. ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് ആർ ദോസ് ഒബ്ജക്ട്സ് ദാറ്റ് പാസസ് ലൈറ്റ് നന്നായിട്ട് ലൈറ്റിനെ പാസ് ചെയ്ത് വിടുന്ന ഒബ്ജക്ട്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പെറന്റ്. നമുക്കപ്പോ ഇവിടെ ഉള്ള ഇമേജിനെ അതേപോലെ ആ മിററിൽ കൂടെ കാണാൻ പറ്റും. വേറെയുള്ള ട്രാൻസ്ലൂസന്റ്, ലൈറ്റിനെ പാസ് ചെയ്ത് വിടുകയും ചെയ്ത് നമുക്ക് ഇമേജിനെ കാണാനും പറ്റും. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് ഇമേജ് എങ്കിൽ നമുക്ക് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും. പിന്നെ വരുന്നത് ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ്. ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് കാണാനേ പറ്റത്തില്ല അപ്പൊ എന്തോ ഉള്ളതെന്ന്. കാരണം എന്താ, ലൈറ്റ് അങ്ങോട്ട് പാസ് ചെയ്ത് വരത്തില്ല. ഇതിനെ ഞാൻ എടുത്തിട്ട് ഇതിന്റെ അകത്ത് കൂടി ഇങ്ങനെ ടോർച്ച് വലിച്ചാൽ അപ്പുറത്തെ ഭാഗത്തുള്ള സംഭവങ്ങളെ നിങ്ങൾക്ക് കാണാവോ? ഇപ്പൊ ഇങ്ങോട്ട് തന്നെ അടിച്ച് നിങ്ങൾക്ക് ഇതിന്റെ പുറകെ ഞാൻ ഇങ്ങനെ ഒരു ചോക്ക് വെച്ചിട്ടുണ്ട്, കാണാവോ ചോക്കിനെ? ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് ചോക്ക്. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ആ ചോക്കിനെ കാണാൻ പറ്റുമോ? ഇല്ല. എന്താണ് അത്? ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. വെരി സിമ്പിൾ കോൺസെപ്റ്റ് ആണത്. സോ അതിന്റെ ബേസിസില്ല. സോ ബേസിക്കലി അതാണ് ട്രാൻസ്പെറൻസി. അപ്പം ട്രാൻസ്പെറൻസി ഓഫ് എയർ ആൻഡ് വാട്ടർ എത്രയാണ് ട്രാൻസ്പെറന്റ് അത്രയും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം കാണാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോഗ് വരുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കുറയും, ഭയങ്കര മഞ്ഞ, കാണാൻ എങ്ങോട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. മഞ്ഞ് മൂടി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് വെട്ടം അകത്തോട്ട് കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിസിബിലിറ്റി വളരെ കുറയുന്നത്. ഓക്കെ. യെസ്. അതുപോലെ തന്നെയാണ് ഭയങ്കര ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്, നല്ല സാൻഡ് ഡ്യൂൺസ് ഒക്കെ വന്ന് നമുക്ക് ഇവിടെ നിൽക്കുന്ന ആളെ വരെ കാണും. അത് കഴിഞ്ഞിട്ടുള്ളത് ഫുൾ ഇങ്ങനെ പൊടിപടലങ്ങൾ മാത്രമേ കാണൂ. അതിന്റെ പുറത്ത് ബിൽഡിംഗ് ഉണ്ടോ, ആളുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം എന്താ, അങ്ങോട്ട് അത്രയ്ക്ക് ക്രൗഡഡ് ആയിട്ട് ആ ഡസ്റ്റ് പാർട്ടിക്കിൾ ഇരിക്കുന്നതുകൊണ്ട് ലൈറ്റിന് പോലും അകത്തോട്ട് ചെല്ലാൻ പറ്റില്ല. ലൈറ്റിന് ചെല്ലാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് കണ്ണ് വെച്ചിട്ട് അവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് കാണാൻ പറ്റുമോ? ഇല്ല. സോ യെസ്. സോ അതാണ്. പിന്നെ യെസ്, ഇതൊക്കെയാണ്. പിന്നെ എന്ന് പറയുന്നത് യെസ്. പിന്നെ എപ്പോഴാണ് സണ്ണിന്റെ ഇന്റൻസിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് കറക്റ്റ് സണ്ണ് എർത്തിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നത്. ആ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി വരുന്നത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇതിപ്പോ എർത്ത് കളർ മാറിപ്പോയി ഗൈസ്. ഇതിപ്പം നമ്മുടെ എർത്ത്. യെസ്. എന്നിട്ട് അതിന്റെ അറ്റ്മോസ്ഫിയർ, എർത്ത് വിത്ത് ഇറ്റ്സ് അറ്റ്മോസ്ഫിയറിക് ലെയർസ്. ആൻഡ് നമ്മുടെ സൂര്യൻ ഇവിടാണ്. സൂര്യൻ ഇവിടാണ്. അപ്പം ഇങ്ങനൊരു 90 ഡിഗ്രി ആണ് നമ്മൾ വരച്ചേക്കുന്നത്. കറക്റ്റ് ആ 90 ഡിഗ്രി കൂടെ തന്നെയാണ് നമ്മുടെ ഇത് പോകുന്നത്, ലൈറ്റ് പോകുന്നതെങ്കിൽ നമുക്ക്
റിഫ്രാക്ഷൻ ഇല്ല, റിഫ്രാക്ഷൻ ഇല്ല ഏന യെസ്, റിഫ്രാക്ട് ചെയ്യാനായിട്ടുള്ള സ്കോപ്പുകൾ നമുക്കില്ല. 90 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു ലൈനിൽ കൂടെ തന്നെ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിഫറൻസസ് ഒന്നും വരുന്നില്ല, സെയിം ആയിട്ട് പോകുന്നുണ്ട്, നമുക്ക് റിഫ്രാക്ഷൻസ് വരുന്നില്ല. ഒറ്റയടിക്ക് ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ആ സമയത്ത്, ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പോസിബിൾ. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്ന് വെച്ചാൽ ആംഗിൾ ഏറ്റവും കൂടുതലായിട്ട് വരും. ആംഗിൾ ഏറ്റവും കൂടുതലാണെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്തുമായിരിക്കും ഒബ്വിയസ്ലി പിന്നെ intensity very high ആയിരിക്കും. So it's very simple. And yes, intensity is actually intensity is directly proportional to angle and inversely proportional to distance traveled through the atmosphere എന്ന് പറയുന്ന സംഭവം മനസ്സിലായല്ലോ അല്ലേ? ഇന്റൻസിറ്റി കൂടുവാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും കൂടും. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയ അല്ലെങ്കിൽ ഇന്റൻസിറ്റി കൂടിയ ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്ര ഡിസ്റ്റൻസ് ആണോ അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്തേക്കുന്നത് അതെന്തുമായിരിക്കും ചെയ്യുന്നത്, അത് കുറയുമായിരിക്കും ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ് മേരെ ബച്ച. അപ്പൊ യെസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, സോ യെസ് ലെറ്റ്സ് കണ്ടിന്യൂ. പിന്നെ വരുന്നതാണ് ലൈറ്റ് ഇന്റൻസിറ്റീസ് ഓൾസോ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ വിത്ത് ഇൻക്രീസിങ് ഇൻ ദ ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പോലാർ റീജിയനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ കൂടിയാന്ന് വരുന്നത്, അതോ കുറഞ്ഞായിരിക്കും വരുന്നത്? കുറഞ്ഞായിരിക്കും വരുന്നത്. അവിടെ അത്രയ്ക്ക് വലിയ വെയിലൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് അവിടെയൊക്കെ. ഈ എന്താണ് യെസ് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അത്രയ്ക്ക് വലിയ വെയിലുകളൊന്നും അവിടെ ഇല്ല. ഇക്വേറ്ററിലാണ് ഭയങ്കര ഹോട്ടായിട്ട് വരുന്നത്, ഭയങ്കരമായിട്ട് ലൈറ്റ് ഇന്റൻസിറ്റിയിലൂടെ വരുന്നത്. അതാണ് അവർ പറയുന്നത് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ആവും തോറും ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്താണ് ചെയ്യുന്നത്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് സ്മോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡിഗ്രി ഓഫ് ലാറ്റിറ്റ്യൂഡ് inversely proportional to intensity. അല്ലേ? Yes, it is inversely proportional to intensity ആണ്. Yes, very good. Upon topography and layers of vegetation such as forest canopies also bring some modification to light intensity. For example, in forest major portions of the light intensity is absorbed by the green forestations and the light reaching the lower parts of the ground vegetation is considerably reduced to 90 to 98% of the exposed areas. അപ്പം ഇനിയിപ്പം വേരിയേഷൻസ് ഉണ്ടാവുന്ന വെജിറ്റേഷണൽ ക്ലൈമറ്റ് സംഭവങ്ങൾ കാരണം നമ്മുടെ എന്താണ് ലൈറ്റ് ഇന്റൻസിറ്റീസ് മാറി. ഇതൊക്കെ നമ്മുടെ എർത്തിന്റെ വെളിയിലുള്ള കാര്യങ്ങൾ, എർത്തിന്റെ ഇൻ ജനറൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം എടുക്കുവാണ്. അവിടെ ഫുൾ ഫോറസ്റ്റ് ഏരിയാസ് ആണ്. അവിടെ ഇങ്ങനെ മരം ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇങ്ങനെ ഫുൾ ക്രൗഡഡ് ആണ്. ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഗ്രീൻ പ്ലാന്റ്സ് കൊണ്ടും ക്രൗഡഡ് ആയിട്ട് ഇരിക്കുമ്പോ സൺറൈസ് വരുമ്പോ ഒബ്വിയസ്ലി അവർക്ക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് അല്ലേ? ഒറ്റയടിക്ക് അവർക്ക് കയറി വരാൻ പറ്റുന്നില്ല, അവർക്ക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അപ്പൊ ഒബ്സ്റ്റക്കിൾസ് എല്ലാം കടന്നിട്ട് ഒരു ഇച്ചിരി ലൈറ്റ് മാത്രമായിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് മരത്തിന്റെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസിലും ഭയങ്കരമായിട്ടുള്ള മരങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചൂടെടുക്കാറുണ്ടോ? കമ്പാരിറ്റീവ്ലി ആസ് കമ്പയർഡ് ടു സിറ്റീസ് അവിടെ വളരെ ചൂട് കുറവായിരിക്കും, അവിടെ തണുപ്പായിരിക്കും. കാരണം എന്ത് വെയിൽ അത്രയ്ക്ക് വരുന്നില്ല, ബിക്കോസ് ഓഫ് ദ മരങ്ങൾ അങ്ങനെ നന്നായിട്ട് എന്താണ് ഷീൽഡ് ചെയ്ത് വെക്കുന്നോണ്ട് നമുക്ക് എന്തോ പറയുന്നത്, നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന ഇന്റൻസിറ്റിന്ന് 90 to 98% റിഡ്യൂസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എവിടെ കിട്ടുന്നത്? നമുക്ക് ആ ഫോറസ്റ്റ് ഏരിയയുടെ അണ്ടർ ലോവർ പാർട്ടിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയുള്ള ഇന്റൻസിറ്റിയെക്കാളും 90 to 98% വരെ റിഡ്യൂസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. റൈറ്റ്? യെസ്, സോ ദാറ്റ് ഇറ്റ് ഈസ്. പിന്നെ വരുന്നതാണ്
പിന്നെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ ലൈറ്റ് വിച്ച് എൻറ്റേഴ്സ് ദ വാട്ടർ പാസസ് ത്രൂ ദ എയർ ആൻഡ് എന്താണ് ലൈറ്റ് വിച്ച് എൻറ്റേഴ്സ് ദ വാട്ടർ പാസസ് ത്രൂ ദ എയർ ഹെൻസ് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ഓൾ ദ ചേഞ്ചസ് ഇമ്പോസ്ഡ് upon its conditions above the water surface. About 10% of the sunlight which falls over the water surface is reflected back and 90% penetrates into the water. The penetration of light into the deeper layers of water is affected by various factors such as suspended zooplanktons, phytoplanktons, inorganic and organic particles. Um, hmm. അപ്പം ബേസിക്കലി നമ്മളിപ്പം പറയുന്നത് നമ്മുടെ ഇനിയിപ്പം നമ്മൾ പറഞ്ഞ ട്രാൻസ്പെറൻസി ഓഫ് എയർ ആൻഡ് വാട്ടർ. ഇത്രയും നേരം നമ്മൾ എയറിന്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പം വെള്ളത്തിലോട്ട് ഒരു ലൈറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വെള്ളത്തിലോട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ വെള്ളത്തിലോട്ട് അവർ റീച്ച് ചെയ്യുന്ന എന്ത് കടന്നിട്ടായിരിക്കും? ഇവിടെ കിടക്കുന്ന കുറെ എയർ പാർട്ടിക്കിൾസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവർ എയറിലോട്ട് വരുന്നത്. അപ്പൊ എയറിൽ നിന്നുള്ള ആ റിഫ്ലക്ഷനും അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം ഉണ്ടായി. അതിനെയും കൂടെ ചേർത്തിട്ടാണ് ഇങ്ങോട്ട് വരുമ്പം ലൈറ്റ് എന്താണ് ചേഞ്ചസ് അപ്പോൺ ദ കണ്ടീഷൻസ് ഓഫ് ദ വാട്ടർ സർഫസ്. എന്താണ് പല എന്താണ് യെസ് വാട്ടർ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ചേഞ്ചസ് ഉണ്ടായി. ഇപ്പം നമുക്ക് നല്ല ചെളിമണ്ണാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ മീൻ പോകുന്നുണ്ടോ എന്തെങ്കിലും പോകുന്നുണ്ടോ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഏതോ ഒരു സ്ഥലമുണ്ട്, അവിടെ നോൺ ഫോർ ദ ക്ലീൻ റിവേഴ്സ്. അവരുടെ റിവേഴ്സ് വളരെ ക്ലീൻ ആണ് എന്ന് വെച്ചാൽ ഒരു അഴുക്ക് പോലും ഇല്ല. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള കല്ലുകളെ മീനുകളെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ അതിൽ കൂടി ഇങ്ങനെ ബോട്ട് യാത്ര നടത്തുവാണെങ്കിൽ ഒരു ഗ്ലാസിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കംപ്ലീറ്റ് താഴെയുള്ളത് അറിയാൻ പറ്റുന്ന കൈൻഡ് ഓഫ് അത്രയും ക്ലീൻ ആയിട്ടുള്ളതുണ്ട്. ആ സറൗണ്ടിങ് ഇരുന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ചെല്ലുമ്പോൾ രണ്ടിടത്തും ഒരേപോലെയാണോ? അല്ല. കാരണം രണ്ടിടത്തും പാർട്ടിക്കിൾസ്, മറ്റേ അടുത്ത് ചെളി വീഴേണ്ട സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ നല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ലൈറ്റിന് അങ്ങോട്ട് നന്നായിട്ട് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പൊ അവയുടെ എന്തുവാണ് നമുക്ക് ഒന്നുകിൽ ഒപ്പേക്ക് ആയിട്ട് തോന്നാൻ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വളരെ റഫായിട്ടായിരിക്കും കാണുന്നത്. മറ്റേടത്ത് പോകുമ്പോൾ ക്ലിയർ ആണ്, ഒന്നുമേ അങ്ങനെയൊന്നുമില്ല. സോ ബേസിക്കലി അങ്ങനെ പല വാട്ടർ സോഴ്സസ് നോക്കുമ്പോഴും നമ്മൾ പറഞ്ഞ എയറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഡിഫറെന്റ് ആയിരിക്കും. ഇനിയിപ്പോ നമ്മൾ പറയുന്നത് നമ്മുടെ ഇനിയിപ്പം എന്താണ് പറയുന്നത്, വാട്ടറിലോട്ട് വീഴുന്നതില് നമ്മുടെ വാട്ടറിലോട്ട് റേസ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതില് 10% മാത്രമാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ബാക്കി 90% എന്തുവാണ്? വെള്ളത്തിന്റെ അടിയിലോട്ടാണ് പോകുന്നത്. ഈ 10% മുകളിലോട്ട് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ റിഫ്ലക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. റിഫ്ലക്ഷൻ അവിടെ നടന്നില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. സോ ബേസിക്കലി ഇപ്പൊ ഈ കളർ എന്തുകൊണ്ടാണ്, ഈ ഉടുപ്പിന്റെ ഈ കളർ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിലോട്ട് വീണേക്കുന്ന എല്ലാ റേസിനെയും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് ഒറ്റ ലൈറ്റിനെയും പോലും പുറത്തോട്ട് വിട്ടിട്ടില്ല. സോ ഒരു റേയും പുറത്തോട്ട് വരാത്തത് കൊണ്ടാണ് നമുക്ക് ഇനി ബ്ലാക്ക് ആയിട്ട് തോന്നുന്നത്. ഇതെങ്ങനെയാണ് വൈറ്റ് ആയിട്ട് തോന്നുന്നത്? നമുക്ക് മറ്റേ ഇതിൽ പഠിക്കാനില്ലായിരുന്നോ, പ്രിസത്തിൽ പഠിക്കാൻ നേരം ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ ആ പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ അങ്ങനെ പറഞ്ഞ് വിബ്ജിയോർ ഉണ്ടാവും, പല കളേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ പല കളേഴ്സ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന കളറാണ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. സോ ബേസിക്കലി ഇതിലോട്ട് വീണ എല്ലാ ലൈറ്റിനെയും അതെന്തോ ചെയ്തു റിഫ്ലക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം വൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ഇത് ബ്ലൂ ആയിട്ട് എന്തുകൊണ്ടായിരിക്കുന്നത്? അതിന്റെ മുകളിൽ വീണ എല്ലാ ലൈറ്റിനെയും അത് റിഫ്ലക്ട് ചെയ്ത് അബ്സോർബ് ചെയ്തു, എക്സെപ്റ്റ് ബ്ലൂവിനെ മാത്രം അത് റിഫ്ലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ അതിനെ നോക്കുമ്പോൾ ബ്ലൂവിനെ നമ്മുടെ റിഫ്ലക്ട് ചെയ്തപ്പോൾ നമ്മളെ കണ്ണിലോട്ട് റിഫ്ലക്ഷൻ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ ലൈറ്റിനെ കണ്ടത്. സോ യെസ്, ആ 10% റിഫ്ലക്ട് ചെയ്യുന്ന സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായി? യെസ്. സോ ബേസിക്കലി ദാറ്റ് ഇറ്റ് ഈസ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്.
പിന്നെ എന്താണ് പെനിട്രേഷൻ ഓഫ് ലൈറ്റ്, എത്ര ഡീപ്പിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും ആ പെനിട്രേഷൻ ഓഫ് ലൈറ്റ് എല്ലാം പല പല ആൾക്കാരിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സൂ പ്ലാന്റൻസിലുണ്ട്, ഫൈറ്റോ പ്ലാന്റൻസ് ഉണ്ട്. സൂ പ്ലാന്റൻസ് ഫൈറ്റോ പ്ലാന്റൻസ് ഒക്കെ തന്നെ ചെറിയ ജീവികളാണ് സൂ പ്ലാന്റൻസ് എന്ന് പറയുന്നത്. അവർ തിന്നുന്ന പ്ലാന്റ്സിന് പറയുന്നത് അവരുടെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്ന് പറയുന്ന പോലത്തെ അവരുടെ മെയിൻ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് എന്താണ് നമ്മുടെ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയാം. അവരാണ് ബേസിക്കലി നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് പോലെ അവരുടെ ഫൈറ്റോ പ്ലാങ്ക്ടൻസ്. ആ ഫൈറ്റോ പ്ലാങ്ക്ടൻസിനെ കഴിക്കുന്ന ചെറിയ ജീവികളാണ് സൂ പ്ലാന്റൻസ്. അപ്പൊ ഇവരെല്ലാം വെള്ളത്തിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരെ പറ്റിയിട്ട് എന്താണ് ഇവരിലും പിന്നെ ഇൻഓർഗാനിക് കുറെ സബ്സ്റ്റൻസസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നു. ഓർഗാനിക് കുറെ സബ്സ്റ്റൻസുകൾ കാണുമെന്ന് പഠിച്ചില്ലായിരുന്നു. അപ്പൊ ഈ സംഭവങ്ങളെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എത്ര ദൂരം വെള്ളത്തിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ആ പെനിട്രേഷന്റെ ഡിപെൻഡൻസി നമ്മൾ വെള്ളത്തിനെ പല കാറ്റഗറീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എത്ര കാറ്റഗറൈസ് ചെയ്താൽ പോലും ബിലോ 200 meters 200 meters ഡെപ്തിനേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും. കാരണം എന്താ, അങ്ങോട്ടൊന്നും ലൈറ്റ് പെനിട്രേറ്റ് ചെയ്ത് പോകാറില്ല. മാക്സിമം പോയി 200 തൊട്ട് മേളിലൊക്കെ വരെ ഇച്ചിരിയൊക്കെ ലൈറ്റ് കാണും. 200 താഴോട്ട് 200 meters താഴോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റിനെ കാണാനേ പറ്റത്തില്ല. റൈറ്റ്? യെസ്, വെരി ഗുഡ്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൈറ്റ് പെനിട്രേഷൻസ്, ഓഷ്യൻസിനെ ലൈറ്റ് എങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിസിൽ ഓഷ്യൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു പല സോണുകൾ. ഓഷ്യൻസ് ഏറ്റവും മുകളിലത്തുള്ളതിൽ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാം. സോ യെസ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് യൂഫോട്ടിക് സോൺ. എന്താണ് യൂഫോട്ടിക് സോൺ? പിന്നെ വരുന്നതാണ് ഡിസ്ട്രോഫിക് സോൺ. പിന്നെ വരുന്നതാണ് എപ്പോട്ടിക് സോൺ. യൂഫോട്ടിക് സോൺ, ഡൈഫോസ്റ്റിക് സോൺ, എപ്പോട്ടിക് സോൺസ്. ഏതൊക്കെയാണ് യൂഫോട്ടിക് സോൺ, ഡൈഫോട്ടിക് സോൺസ് ആൻഡ് എപ്പോട്ടിക് സോൺസ്? അപ്പൊ യൂഫോട്ടിക് സോൺ എന്ന് പറയുമ്പോൾ up to 80 meters ഡെപ്ത് ആണ്. up to 80 meters വരെ യൂഫോട്ടിക് സോൺ ആണ്. അത് കഴിഞ്ഞിട്ട് 80 to 200 ആണ് ഡിസ്ഫോട്ടിക്. 80 to 200 ആണ് ഡിസ്ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. പിന്നെ എപ്പോട്ടിക്, എ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വാക്കിന്റെ കൂടെ ചേർക്കുക വെച്ചാൽ നോ. അപ്പൊ എന്താണ് ബിലോ 200 meters ആണ്, മീറ്റേഴ്സ് ഡെപ്ത് ആണ് ബേസിക്കലി എപ്പോട്ടിക് സോൺസ്. അപ്പം പെനിട്രേഷൻ ഓഫ് ലൈറ്റിന്റെ ബേസിസിൽ നമ്മൾ എന്താണ് ഓഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? യൂഫോട്ടിക് സോൺ എന്ന് ഫസ്റ്റ് ഇസ് യൂഫോട്ടിക് സോൺ, സെക്കൻഡ് ഇസ് ഡിസ്ഫോട്ടിക് സോൺ, തേർഡ് ഇസ് എപ്പോട്ടിക് സോൺ. യൂഫോട്ടിക് സോൺ, ഡിസ്ഫോട്ടിക് സോൺസ് ആൻഡ് എപ്പോട്ടിക് സോൺസ്. ഏതൊക്കെയാണ് യൂഫോട്ടിക് സോൺ, ഡിസ്ഫോട്ടിക് സോൺസ് ആൻഡ് എപ്പോട്ടിക് സോൺസ്? യൂഫോട്ടിക് സോൺ, ഡിസ്ഫോട്ടിക് സോൺ ആൻഡ് എപ്പോട്ടിക് സോൺസ്. അതിൽ യൂഫോട്ടിക് സോൺ എന്ന് പറയുന്നത് എത്ര വരെ കാണും? 80 meters ഡെപ്ത് വരെ കാണും. ഡിസ്ഫോട്ടിക് സോൺ എന്ന് വെച്ചാൽ 80 to 200 വരെ. എപ്പോട്ടിക് സോൺ എന്ന് വെച്ചാൽ ബിലോ 200, അങ്ങോട്ട് ലൈറ്റ് പെനിട്രേഷൻ ഉണ്ടാകത്തേ ഇല്ല. സോ യെസ്, in general light intensities are weakened at dawn, sunset and in water. Light intensities ഏത് ഭാഗത്താണ് കുറഞ്ഞിരിക്കുന്നത്? Yes. Effect of light. Next topic is effect of light on the plants and animals. As an ecological factor, light affects almost all aspects of a plant life, directly or indirectly. The most important role of light is photosynthesis. It also controls plant structure, form, shape, tissue formation, chlorophyll productions, number and position of chloroplast, leaf structures, structural movements, transpiration, growth and development of plants, seeds and seeds, fruits, locomotions ആൻഡ് ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പം നമുക്ക് ലൈറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇനി പ്ലാന്റ്സിനെ ആനിമൽസിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഭവമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. റൈറ്റ്?
സോറി. സോ അപ്പം നമുക്ക് പറയാനുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന എന്തായിരിക്കും, നമ്മൾ 100 വട്ടം പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടായിരിക്കും. ഏതായിരിക്കും അത്? ഗെസ് ഇറ്റ് ഔട്ട് ഗൈസ്. യെസ്, അതെന്ന് പറയുന്ന ഫോട്ടോസിന്തസിസ് ആയിരിക്കും. യെസ്, ഫോട്ടോസിന്തസിസിലൂടെയാണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഈ ലൈറ്റിന് നല്ലൊരു എന്താണ് ഇതുണ്ട്, നല്ല നല്ല ഒരു കൺട്രോൾ ഉണ്ട് ആ ലൈറ്റിന്റെ ബേസിസ്. ഈ പ്ലാന്റിന്റെ ഷേപ്പ്, സ്ട്രക്ചേഴ്സ്, പിന്നെ എന്താണ് സ്റ്റൊമാറ്റയുടെ ഷേപ്പ്, പിന്നെ എമൗണ്ട് ഓഫ് ക്ലോറോഫിൽസ്, നമ്പർ ഓഫ് സ്ട്രോമാറ്റ, ഇതെല്ലാം നമുക്ക് എന്താണ് സൺലൈറ്റിന്റെ ബേസിസിലായിരിക്കും പ്ലാന്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായിട്ടുള്ള എന്താണ് സൂര്യനും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ട്രാൻസ്പിറേഷൻ നടക്കും. യെസ്, ഏറ്റവും വേസ്റ്റ്ഫുൾ ആയിട്ട് പ്ലാന്റ്സിൽ നടക്കുമ്പോൾ ഏറ്റവും അവർക്ക് എന്താണ് വേണ്ടതാണ്, പക്ഷെ ഭയങ്കര വേസ്റ്റ്ഫുള്ളും ആയിട്ടുള്ള സംഭവമാണ് ഈ ട്രാൻസ്പിറേഷൻ. അവർക്ക് ഇങ്ങനെ ട്രാൻസ്പിറേഷണൽ പുള്ള് വഴിയാണ് അവരുടെ വാട്ടറും മിനറൽസും എല്ലാം വാട്ടർ ബേസിക്കലി അവർ മുകളിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അവർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ട്രാൻസ്പിറേഷൻ അവർ അബ്സോർബ് ചെയ്യുന്നത് ഹ്യൂജ് മെജോറിറ്റി അവർക്ക് വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, യെസ്. സോ അത് ട്രാൻസ്പിറേഷൻ, അത് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അവർ ഭയങ്കര വെയിലുള്ള സ്ഥലത്തായിരിക്കുമെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് അവർ നടത്താറുണ്ട്. പിന്നെ അവരുടെ ക്ലോറോഫിൽ അല്ല, സ്റ്റൊമാറ്റ മാക്സിമം അവര് രാത്രി രാത്രി ഓപ്പൺ ആക്കാൻ നോക്കാറുണ്ട്. ജസ്റ്റ് ലൈക്ക് ക്യാമ്പ് പ്ലാന്റ്സ്. പിന്നെ ചില ലീവ്സിന്റെ ഡൗൺ ഭാഗത്തായിരിക്കും, ഡൈക്കോട്ട് ലീവ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ താഴ്ഭാഗത്തായിരിക്കും കൂടുതൽ സ്റ്റൊമാറ്റാസ് ഉള്ളത് ആസ് കമ്പയർ ടു മേൾ ഭാഗം. പക്ഷേ മോണോകോട്സിനാണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല പല സംഭവങ്ങൾ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ലൈറ്റ് ഇന്റൻസിറ്റീസിന്റെ ബേസിസിലായിരിക്കും അവർ ചെയ്യുന്നത് ബേസിക്കലി. യെസ്, സോ യെസ്, പിന്നെ ലൈറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലെക്സ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ഫാർ റീച്ചിങ് എഫക്ട് ഓൺ ആനിമൽസിൽ എഫക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലെക്സ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള വാസ്റ്റ് രീതി ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എവിടെയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു, ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സംഭവം ബയോട്ടിക് ഫാക്ടർ ആണ് ലൈറ്റ്. നമ്മൾ കാണുമ്പോൾ എന്തുവാ, ചുമ്മാ ഒരു സൂര്യപ്രകാശം. അത്ര സിമ്പിൾ ആണോ? അത് അല്ല, അത്ര സിമ്പിൾ അല്ല. പക്ഷെ പഠിച്ചാൽ സിമ്പിൾ ആണോ? യെസ്, യെസ്. സോ യെസ്, the visible light influences a number of biological processes like pigmentation, എന്താണ് reproduction, development, metabolic rate, metabolism, growth, locomotion, migration, etc. Pigmentation ഉണ്ടാവുന്നത് ലൈറ്റിലൊക്കെ കുറെ മെലാനിൻ കണ്ടൻസ് ഒക്കെ കൂടും, അങ്ങനെ ഉണ്ടാവും. പിന്നെ ടാനിങ് സോ യെസ്, അതെല്ലാം ഉണ്ട്. പിന്നെ റീപ്രൊഡക്ഷനിലും ലൈറ്റ് ഡിപെൻഡന്റ് ആയിട്ടുണ്ട്. ലൈറ്റ് റീപ്രൊഡക്ഷനിലുണ്ട്, ഡെവലപ്മെന്റിന് ലൈറ്റ് വരുന്നുണ്ട്, മെറ്റബോളിസത്തിന് വരുന്നുണ്ട്, ഗ്രോത്തിൽ വരുന്നുണ്ട്, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ബേസിക്കലി ഫ്രം വൺ പ്ലേസ് ടു അനദർ. മൈഗ്രേറ്ററി ആനിമൽസ്, മൈഗ്രേറ്ററി ബേർഡ്സിലും, ലോക്കോമോഷൻ അല്ല, മൈഗ്രേറ്ററി ബേർഡ്സിലും മൈഗ്രേറ്ററി ആനിമൽസിലുമാണ് ബേസിക്കലി ഈ മൈഗ്രേഷൻ കാണുന്നത്. ലോക്കോമോഷൻ എന്തുവാണ്? മൂവ്മെന്റ് ആണ്. നമ്മളിപ്പം വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളായാലും ഒരു തണലുള്ള ഇടത്തോട്ട് മാറി നിൽക്കുമല്ലോ. യെസ്, ദാറ്റ് ഈസ് ഓൾസോ ലോക്കോമോഷൻ. ലോക്കോമോഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരിടത്ത് മറ്റേ ഇടത്തോട്ടുള്ള മൂവ്മെന്റ് ആണ്. യെസ്, അതാണ് ലോക്കോമോഷൻ. യെസ്, some other പിന്നെ വേറെ കുറെ സംഭവങ്ങളും അത് ക്രിയേറ്റ് ചെയ്യും. some other structural and behavioral characteristic changes ഉണ്ടാക്കും നമ്മുടെ ആനിമൽസിൽ. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ ലൈറ്റിലുള്ള ഇമ്പാക്ട്. and that is it with today's class. So yes, I hope you guys enjoyed today's lecture. If you guys enjoyed, please let me know through your comments and like, share and subscribe. So yes guys, till then we will wind up over here. So yes, and we will soon catch you guys again with a brand new subject or a chapter, or the continuation of this chapter. Obviously continuation of this chapter is coming ahead. Next we would be going to study, about temperatures. So yes, hoping to see each and everybody who attended this class and the previous class and the upcoming classes. So yes, tata, bye bye. See you, good night. Yes, right now it is good night over here, so good night.